ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ SSLC ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഓൾറെഡി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചു പോയതേ ഉള്ളൂ. അപ്പൊ ആ രണ്ടാമത്തെ ചാപ്റ്ററിലെ ലെറ്റസ് ആസസ് എന്ന് പറയുന്ന വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോവാണ്. ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ, ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണണം. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ആ ഇക്വേഷൻസ് കൂടി ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, ലെൻസസ് എന്നാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ലെൻസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. മെയിൻ ആയിട്ട് ഒന്ന് കോൺവെക്സ് ലെൻസിനെ കുറിച്ചും രണ്ടാമത്തത് കോൺകേവ് ലെൻസിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെയൊക്കെ റേ ഡയഗ്രംസ് വരയ്ക്കാൻ നമുക്കറിയാം. അതായത് കോൺവെക്സിന്റെ റേ ഡയഗ്രംസ് ഒരു 6 കേസുകൾ നമ്മൾ വരച്ചു പഠിച്ചു. അതേപോലെ കോൺകേവിന്റെ ഒരു റേ ഡയഗ്രം പഠിച്ചു. അങ്ങനെ ആകെ മൊത്തം 7 റേ ഡയഗ്രംസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരച്ച് പഠിച്ചത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് 2 പാർട്ടായിട്ട് ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേ ഡയഗ്രംസ് വരയ്ക്കുന്നതും, രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾക്ക് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ഈക്വൽ ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് റേ ഡയഗ്രംസും സെക്കൻഡ് പാർട്ടാണ് പ്രോബ്ലം പാർട്ടായിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും, റേ ഡയഗ്രംസ് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിൽ നിന്നുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അത് കൂടാതെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും അധികം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ ലെൻസസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് നമ്മള് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുക. അതായത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരം, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോക്കസ് ദൂരം എന്ന് പറയാം. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആദ്യത്തെ ഇക്വേഷൻ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to uv by u minus v. ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ലെൻസ് ഇക്വേഷൻ എന്നാണ് ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഫോക്കൽ ലെങ്ത് ആണ്. സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, മലയാളത്തിൽ ഫോക്കസ് ദൂരം എന്ന് പറയും. ഫോക്കൽ ലെങ്ത് അഥവാ മലയാളത്തിൽ ഫോക്കസ് ദൂരം. അതേപോലെ യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ലെൻസ് ആണ്. വസ്തുവിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ലെൻസ്. നമ്മുടെ വസ്തുവിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരമാണ് യു. നമ്മൾ പലപ്പോഴും ഇക്വേഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു എപ്പോഴും എന്തായിട്ട് എടുക്കണം, യു എപ്പോഴും നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. കാരണം നമ്മൾ ഒബ്ജക്റ്റ് എപ്പോഴും ഏത് സൈഡിലാണ് വെക്കുക, ഒരു ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക. അപ്പൊ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ് യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. അതായത് യു എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. ചോദ്യത്തിൽ ഒരിക്കലും അത് നെഗറ്റീവ് ആയിട്ട് തരില്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോ അതെന്തായിട്ട് വേണം എടുക്കാൻ, നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. അതേപോലെ ഫോക്കൽ ലെങ്ത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ കോൺകേവിന്റെ ഫോക്കസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഫോക്കസിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിലേക്കുള്ള ദൂരം, അതാണ് ഫോക്കൽ ലെങ്ത്. അപ്പൊ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവും കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും ആണ്. കോൺവെക്സിന്റെ പോസിറ്റീവും കോൺകേവിന്റെ നെഗറ്റീവ് ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ വി ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ഫ്രം ഇമേജ്
പ്രതിബിംബം, ഇമേജ് ടു ലെൻസ്. അതായത് പ്രതിബിംബത്തിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ഫ്രം ഇമേജ് ടു ലെൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി എന്ന് വിളിക്കുക. ഇപ്പൊ വിയുടെ കേസ് പറയുകയാണെങ്കിൽ കോൺകേവില് വി എന്താണ്? ഫിക്സഡ് ആണ് അല്ലെ? വിയുടെ വാല്യൂ ഫിക്സഡ് ആണ്, അതായത് നെഗറ്റീവ് ആണ്. അപ്പോ കോൺകേവിനെ സംബന്ധിച്ചിടത്തോളം യു നെഗറ്റീവ് ആണ്, എഫ് നെഗറ്റീവ് ആണ്, വിയും നെഗറ്റീവ് ആണ്. പക്ഷെ കോൺവെക്സിൽ നമുക്ക് പറയാൻ പറ്റില്ല, വി ചിലപ്പോൾ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അതായത് ഇമേജിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി എന്ന് വിളിക്കുക. അപ്പൊ ഈ ഒരു 3 പ്രധാനപ്പെട്ട ടേംസ് നോക്കി വെക്കുക. എഫ് എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം, യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു ലെൻസ്, അതായത് വസ്തുവിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം. ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ഇമേജ് ടു ലെൻസ്, അതായത് പ്രതിബിംബത്തിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, അതിനെയാണ് വി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നു. എന്താ? എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി. ഇൻ കേസ് നമുക്ക് യുവും എഫും തന്നിട്ട് വി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അതിന് വേറൊരു ഇക്വേഷൻ ആണ് ഉള്ളത്. ആ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു എഫ് വി ബൈ എഫ് മൈനസ് വി എന്നാണ്. അപ്പൊ ചിലപ്പോ എന്തായിരിക്കും തരിക? നമുക്ക് എഫ് തരും, വി തരും, എന്നിട്ട് യു കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു എഫ് വി ബൈ എഫ് മൈനസ് വി എന്നാണ്. ഇനി ചിലപ്പോ നമ്മളോട് വി ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെന്ന് വിചാരിക്കാം. യുവും എഫും തന്നിട്ട് വി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, വി ഇസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. അപ്പോ ലെൻസ് ഇക്വേഷൻ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള, പ്രധാനപ്പെട്ട ഒരു 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി ആൻഡ് യു ഈസ് ഈക്വൽ ടു എഫ് വി ബൈ എഫ് മൈനസ് വി, അതേപോലെ വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. അങ്ങനെ 3 ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ് ഇത്. ഇനി ഇവിടെ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് മാഗ്നിഫിക്കേഷൻ. ഇവിടെ തന്നെ വരുന്ന ഒരു സെറ്റാണ് എന്തെന്ന് പറയാ? മാഗ്നിഫിക്കേഷൻ. മലയാളത്തില് ആവർത്തനം എന്നാണ് പറയാ. മാഗ്നിഫിക്കേഷൻ, ആവർത്തനം എന്നാണ് മലയാളത്തിൽ പറയാ. ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ, മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ഇമേജ് ആൻഡ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നിഫിക്കേഷൻ. അപ്പൊ എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ എന്നാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ എച്ച് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, പ്രതിബിംബത്തിന്റെ ഉയരം. ഹൈറ്റ് ഓഫ് ഇമേജ്, മലയാളത്തില് പ്രതിബിംബത്തിന്റെ ഉയരം എന്നാണ് പറയാ. എച്ച് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. എച്ച് ഒ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിന്റെ ഉയരം. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിന്റെ ഉയരം. അപ്പൊ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്ത് പറയാ? ആവർത്തനം. അതായത് എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ, ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇൻ കേസ് ഇങ്ങനെ എച്ച് ഐയും എച്ച് ഒയും തന്നിട്ടില്ലെങ്കിലും നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ്. എം ഈസ് ഈക്വൽ ടു എന്താ? വി ബൈ യു. അങ്ങനെ 2 ഇക്വേഷൻസ് ആണ് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക് ആണ് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ്, പവർ ഓഫ് ലെൻസ്, അതായത് ലെൻസിന്റെ പവർ. പവർ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടിയെന്നാണ് അർത്ഥം? പവർ ഓഫ് ലെൻസ് കിട്ടിയെന്നാണ് അർത്ഥം. അതായത് ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമമാണ് എന്തെന്ന് പറയാ? പവർ ഓഫ് ലെൻസ് എന്ന് പറയാ. പവർ ഓഫ് ലെൻസ് പി ഇസ് ഈക്വൽ ടു 1/f ബ്രാക്കറ്റില് മീറ്റർ കൂടി എഴുതണം. കാരണം ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് തരിക സെന്റിമീറ്ററിലായിരിക്കും. അതിനെ നിർബന്ധമായിട്ട് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം? മീറ്ററിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ പവർ P = 1/f മീറ്റർ. ഇനി ഇൻ കേസ് ചില ചോദ്യങ്ങളിൽ ഫോക്കൽ ലെങ്ത് തന്നിട്ട് തിരിച്ച് എന്ത് കണ്ടുപിടിക്കാൻ പറയും? സോറി, പവർ തന്നിട്ട് നേരെ തിരിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ വരുന്ന കേസിൽ F =
1/p. F is equal to 1/p. അപ്പൊ ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിൽ രണ്ട് ഇക്വേഷൻസ് ആണ്. പവർ p is equal to 1/f അല്ലെങ്കിൽ f is equal to 1/p. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. അങ്ങനെ ഇത്ര അധികം, അതായത് ടോട്ടൽ ഒരു 7 ഇക്വേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 7 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിന്റെ ഇടയിലും ചെറിയ ചെറിയ ഇക്വേഷൻസ് വരുന്നുണ്ട്, അതൊക്കെ ഓരോ പ്രോബ്ലംസിനനുസരിച്ച് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 7 ഇക്വേഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ടിലേക്ക് എഴുതുക, ടേംസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ പോവാണ്. പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ചോദ്യം നോക്കിയടാ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഒരു കോൺവെക്സ് ലെൻസ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? 20 സെന്റിമീറ്റർ. And an object of height 3 centimeter is located at a distance of 60 centimeter. 60 centimeter from the optic center of the optic axis. ഇവിടെ പറയുന്ന ഒരു കാര്യം വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ വായിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന വാല്യൂസ് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കുക കൂടി ചെയ്യാം. The focal length of a convex lens is 20 centimeter. അപ്പൊ അവിടെ ആദ്യം പറയുന്ന ഒരു കാര്യം ഇത് കോൺവെക്സ് ലെൻസ് ആണെന്നാണ്. അപ്പൊ കോൺവെക്സ് ലെൻസ് നമുക്ക് അറിയാം, ഇങ്ങനെയാണ് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന്റെ സെന്ററിലൂടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനെ വിളിക്കുന്ന പേര് ഒപ്റ്റിക് ആക്സിസ് എന്നാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, O എന്ന് പറയും. O എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെന്റർ ആണ്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് നമുക്കറിയാം, റൈറ്റ് സൈഡിലായിരിക്കും അതിന്റെ ഫോക്കസ് വരിക. അപ്പൊ ഇതാണ് അതിന്റെ ഫോക്കസ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം അല്ലെ, അതിവിടെ തന്നിട്ടുണ്ട് അല്ലെ, 20 സെന്റിമീറ്റർ. അപ്പൊ F is equal to, ക്വസ്റ്റ്യനില് F is equal to 20 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തെടുക്കണം? നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റൈറ്റ് സൈഡിലല്ലേ. അപ്പൊ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ വാല്യൂസും എന്താണ് പഠിച്ചിരിക്കുന്നത്? പോസിറ്റീവ് ആണെന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പൊ F is equal to +20 സെന്റിമീറ്റർ, +20 സെന്റിമീറ്റർ എന്ന് വേണം എടുത്തു. ദെൻ ആ ഒരു ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക. An object of height 3 centimeter is located at a distance of 60 centimeter from the optic center on the optic axis. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിരിക്കുകയാണ് 3 സെന്റിമീറ്റർ. ആ ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നതെന്നാ പറഞ്ഞ്? ഒപ്റ്റിക് ആക്സിസിൽ. നമ്മൾ ഈ വരച്ചിരിക്കുന്ന വരയാണ് ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസിൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 60 സെന്റിമീറ്റർ അകലെയായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 60 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് നോക്കാം ഒബ്ജക്റ്റ് എവിടെയാ ഇരിക്കണേ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 20 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ ഫോക്കസ്. നമ്മൾ ജസ്റ്റ് ഇവിടെയും എന്ത് മാർക്ക് ചെയ്യാറുണ്ട്? ഫോക്കസ് മാർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, 2F എന്നാണ് മാർക്ക് ചെയ്യുക. ഇനി ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക ഏകദേശം ഇവിടെ ആയിരിക്കും. ഒബ്ജക്റ്റിനെ നമ്മൾ OB എന്നാണ് വിളിക്കുക. ഒബ്ജക്റ്റിനെ വിളിക്കുന്ന ഒരു OB. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO എന്നാണ്. അപ്പൊ HO ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടല്ലേ, 3 സെന്റിമീറ്റർ. അപ്പൊ +3 സെന്റിമീറ്റർ, +3 സെന്റിമീറ്റർ. അപ്പൊ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് എത്രയാ തന്നിരിക്കുന്നത്? ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം 60 സെന്റിമീറ്റർ. അപ്പൊ അതിനെ നമ്മൾ U എന്നാണ് എടുക്കുക. ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരത്തെ U. അപ്പൊ U എന്ത് വേണം എടുക്കാൻ? ഇവിടെ 60 മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ അതിന്റെ വാല്യൂ എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു U ഈസ് ഓൾവേസ് നെഗറ്റീവ്. കാരണം ഒബ്ജക്റ്റ് എപ്പോഴും ഏത് സൈഡിലാണ് വെക്കുക? ലെഫ്റ്റ് സൈഡിലല്ലേ വെക്കുക. അപ്പൊ U ഈസ് ഈക്വൽ ടു -60 സെന്റിമീറ്റർ.
അപ്പൊ യു തന്നിട്ടുണ്ട് -60, എഫ് തന്നിട്ടുണ്ട് +20. ഓക്കെ, ദെൻ എ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ഇമേജ്. എ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, ഇമേജിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് എന്താ HI കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തില്ല, ഇക്വേഷൻ ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ HI/HO വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ M = V/U വെച്ച് ചെയ്യണം. അപ്പൊ നമ്മുടെ കയ്യിലൂടെ എന്തില്ല? HO ഉണ്ട്, പക്ഷെ HI ഇല്ല. അതേപോലെ തന്നെ U ഉണ്ട്, പക്ഷെ എന്തില്ല, V ഇല്ല. അപ്പൊ V ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുക V ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ നമുക്കറിയാം, ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒബ്ജക്റ്റ് വെക്കുന്നത് ബിയോണ്ട് 2f ആണ് അല്ലെ. അപ്പൊ ഇമേജ് എവിടെ ഉണ്ടാവുക? ബിറ്റ്വീൻ ഇമേജ് ഇവിടെ ഏകദേശം ഇമേജ് ഫോം ചെയ്യുക. ഏകദേശം ഇവിടെ ഇട്ടായിരിക്കും. ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അതായത് നിങ്ങൾക്കറിയാം, ഒബ്ജക്റ്റ് വെക്കുന്നത് ബിയോണ്ട് 2f ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുക ബിറ്റ്വീൻ f ആൻഡ് 2f ആണ്. ഏകദേശം ഒരു സിമ്പിൾ ലോജിക് ആണ്. അതായത് ഏകദേശം ദൂരെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അല്ലെ, ഏകദേശം 60 സെന്റിമീറ്റർ അകലെ. അപ്പോൾ ഞാൻ 2f അപ്പുറത്ത് ഒബ്ജക്റ്റ് വെച്ചു. അപ്പൊ ഇമേജ് ഉണ്ടാവുക 2f-ന്റെയും f-ന്റെ ഇടയിലാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം, അതിനെയാണ് V എന്ന് വിളിക്കുക അല്ലെ. ആ V ആണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ V എന്തായാലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം റൈറ്റ് സൈഡിലേക്കാണ് ഇമേജ് ഉണ്ടാവുന്നത്. കോൺവെക്സ് ലെൻസ് ആണ്, റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് ആണ് ആദ്യം എടുത്ത് എഴുതേണ്ടത്. നോക്കാം, നമുക്ക് U തന്നിട്ടുണ്ട്. U എത്ര തന്നിരിക്കുന്നത്? -60 സെന്റിമീറ്റർ. -60 സെന്റിമീറ്റർ. ദെൻ തന്നിരിക്കുന്നത് F ആണ്. F തന്നിട്ടുണ്ട് +20 സെന്റിമീറ്റർ, +20 സെന്റിമീറ്റർ. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് V ആണ്. അപ്പോ ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ V = UF / U + F എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതാന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടുകൊണ്ട് ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പൊ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വാല്യൂസും എന്തിന്റെ ഉള്ളിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്? ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു U എത്രയാണ്? -60. UF എന്ന് പറഞ്ഞാൽ U × F ആണ്. ഇൻറ്റു F എത്രയാണ്? +20 ഡിവൈഡഡ് ബൈ താഴെ U എത്രയാ? -60 പ്ലസ് വീണ്ടും F എത്രയാ വരുന്നത്? +20. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നോക്കുക, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് അല്ലെ. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ്? മൈനസ് ആണ്. നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ മൈനസ് ആയിരിക്കും. ഇനി 60 × 20 നമുക്കറിയാം. 6 × 2 എത്രയാണ്? 6 × 2 12 ആണ്. ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. -1200 എന്നാണ് വരിക. -1200 ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ ഏത് വാല്യൂ ആണ് കിടക്കുന്നത് അയാളെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, നേരെ അവിടേക്ക് എടുത്ത് എഴുതുക. -60 ഇവിടെ നോക്കുക, പ്ലസ് ഇൻറ്റു പ്ലസ് അല്ലെ, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ്. ഈ ബ്രാക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഇൻറ്റു ആണ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ത് തന്നെയാ? പോസിറ്റീവ് തന്നെയാണ് അല്ലെ. -60 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു -1200 ഡിവൈഡഡ് ബൈ
ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നാൽ എന്താ ചെയ്യുക? വലുതിന്ന് ചെറുത് കുറച്ചതിന് ശേഷം വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പൊ വലുത് ആരാണ് ഇവിടെ? 60 ആണല്ലേ. 60 20 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 40 കിട്ടുക. ഇനി വലുതിന്റെ ചിഹ്നം എന്താ? 60ന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ എന്താ? 60 മൈനസ് 20 എത്രയാ? 60 മൈനസ് 20 40. ഇവിടുത്തെ ചിഹ്നം എന്താ വരിക? -40. ഇനി നമുക്ക് ഇതിനൊന്ന് വെട്ടി ചെറുതാക്കാം. ഒരു സീറോ കട്ട് ചെയ്ത് കളയാം. മുകളിലും താഴെയും ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഈ മൈനസും വെട്ടിക്കളയാം. 120 ഡിവൈഡഡ് ബൈ 4. 120 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 30 ആണ് ആൻസർ കിട്ടുക. അപ്പൊ v is equal to നമുക്ക് കിട്ടി +30 സെന്റിമീറ്റർ. അപ്പൊ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം v എത്ര കിട്ടിയത്? +30 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണ്. വിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും കിട്ടുക, +30 സെന്റിമീറ്റർ. ഇനി ഇപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് യു അറിയാം, എത്രയാ? -60 സെന്റിമീറ്റർ. വി നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. വി എത്രയാ? +30 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? മാഗ്നിഫിക്കേഷൻ, ആവർത്തനം കണ്ടുപിടിക്കാൻ പോവാണ്. m is equal to v by u. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. m is equal to v by u, that is equal to v എത്രയാണ്? +30 ഡിവൈഡഡ് ബൈ u നമുക്കറിയാം -60. ഇവിടെ മുകളിലും താഴെ ഓരോ സീറോസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. 3 ഡിവൈഡഡ് ബൈ 6 അല്ലെ? ഇപ്പൊ 3ലും 6ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ ഏതാണ്? 3 ഡിവൈഡഡ് ബൈ 6. 3ലും 6ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ ഏതാ? 3 തന്നെ പോവും അല്ലെ? 3 എത്ര തവണയാ പോവാ? 1 തവണ. 6 3 എത്ര തവണയാ പോവാ? 2 തവണ. അപ്പൊ നമുക്ക് കിട്ടും 1/2. പിന്നെ ഇവിടെ ഒരു മൈനസ് ഇല്ലേ? അപ്പൊ ആൻസർ എന്താ? -1/2. അപ്പൊ മാഗ്നിഫിക്കേഷൻ കിട്ടി -1/2. മാഗ്നിഫിക്കേഷൻ ഒരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ആവർത്തനം കണ്ടുപിടിച്ചത് m is equal to v by u വെച്ചിട്ടാണ്. ആവർത്തനം നമുക്ക് എത്ര കിട്ടി? -1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിവിടെ HO തന്നിട്ടുണ്ട്. HO എത്രയാ? +3 സെന്റിമീറ്റർ അല്ലെ? നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. HO ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് +3 സെന്റിമീറ്റർ ആണ്. നമുക്ക് അറിയാത്തത് എന്താണ്? HI എത്രയാണെന്നാണ് അറിയാത്തത്. അതാണ് ക്വസ്റ്റ്യൻ. HI ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാഗ്നിഫിക്കേഷൻ കാണാൻ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. m is equal to എന്താണ്? HI by HO എന്നാണ്. m is equal to HI by HO. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? HI കണ്ടുപിടിക്കാൻ പറ്റും. HIനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നിർത്താൻ പോവാ. അപ്പൊ താഴെ എന്താ? ഡിവൈഡഡ് ബൈ HO എന്നല്ലേ? ഈ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായിട്ട് മാറും? ഇൻഡു ആയിട്ട് മാറും. അപ്പൊ ഡിവിഷൻ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ HI is equal to നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടും. HI is equal to m into HO. m into HO. അപ്പൊ HI കാണാൻ പുതിയൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്താ? HI is equal to m into HO. HI is equal to m into HO. m നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? എന്താ? -1/2 into HO നമുക്ക് അറിയാം എത്രയാ? HO തന്നിട്ടുണ്ട് 3 അല്ലെ? -1/2 into 3. -1/2 into 3. -1/2 into 3 നമുക്കറിയാം. മൈനസ് അതായത് 1/2 കൊണ്ട് ഒരു നമ്പറിനെ ഇൻഡ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ് അല്ലെ? 3ന്റെ പകുതി എത്രയാണ്? 1.5 ആണ് അല്ലെ? 1/2 അല്ലെങ്കിൽ 0.5 കൊണ്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ പകുതിയാണ് കിട്ടുക. അപ്പൊ 1/2 into 3 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1.5 എന്നാണ് കിട്ടുക. 1.5. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആൻസർ -1.5 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ഇമേജ് കിട്ടി -1.5 സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അല്ലെ? 3ല് 2 എത്ര തവണയാ പോവാ? 1.5. ഓക്കെ, 1.5 ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അല്ലെങ്കിൽ
ഇങ്ങനെ ചെയ്യാം. അതായത് 0.5 കൊണ്ട് അല്ലെങ്കിൽ 1/2 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അതിന്റെ പകുതി. 3ന്റെ പകുതി എത്രയാ? 1.5. അതാ -1.5 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് ഓഫ് ഇമേജ് കിട്ടി -1.5 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും എന്ത്? ഇമേജ്. അപ്പൊ ഹൈറ്റ് ഓഫ് ഇമേജ് HI എന്താ? -1.5 ആണ്. നമ്മുടെ ഉത്തരം ശരിയാണ്. കാരണം എന്താ? ഇവിടുത്തെ ഇമേജ് എന്താ? ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തലകീഴായ ഇമേജ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം. അപ്പോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ്? അതായത് ഇവിടെ ലഭ്യമാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്താന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ് അല്ലെ, യഥാർത്ഥമാണ്, തലകീഴായതാണ്, ഒബ്ജക്റ്റിനേക്കാൾ ചെറുതുമാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? ഡിമിനിഷ്ഡ്. അപ്പൊ 3 പോയിന്റുകളാണ്. യഥാർത്ഥം, തലകീഴായത്, വളരെ ചെറുത്. റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ്. അങ്ങനെ 3 പോയിന്റുകളും എഴുതാൻ പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് അധികം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. കറക്റ്റ് ആ വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The focal length of a lens is 20 centimeter. അതായത് ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. An object is placed 30 centimeter away from the lens. ആ ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായിട്ടാണ് ഒരു വസ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 2 കാര്യങ്ങള്. അപ്പൊ ഒന്ന് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്നത് an object is placed 30 centimeter away from the lens. ഇത്രയും 2 കാര്യങ്ങളാണ്. ഇനി a ക്വസ്റ്റ്യൻ നോക്കുക. Calculate how far the screen should be placed to get a image, എന്താ? To get a clear image. അതായത് how far the screen should be placed to get a clear image. നമ്മള് എത്ര അകലത്തില് ഒരു സ്ക്രീൻ വെച്ചാലാണ് വ്യക്തമായിട്ടുള്ള ഒരു പ്രതിബിംബം ലഭിക്കുക? അപ്പൊ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരവും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ്. അതായത് പ്രതിബിംബത്തിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന നമുക്ക് ഓരോ വാല്യൂസ് എടുത്ത് എഴുതാം നമുക്ക്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ആദ്യം തന്നെ ഈ ഒരു ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ഒരു ചോദ്യത്തിൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഏത് ലെൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് അവിടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ കോൺവെക്സ് ലെൻസ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ F is equal to +20 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യം എഴുതുമ്പോ ആദ്യം ലെൻസ് ഏതാന്നുള്ളത് കോൺവെക്സ് എന്നാക്കുക. കോൺവെക്സ് ലെൻസ്. അപ്പോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. F is equal to +20 സെന്റിമീറ്റർ എന്ന് എടുത്തു. An object is placed 30 centimeter away from the lens. ആ ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായിട്ടാണ് വസ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അതിനെ നമ്മൾ U എന്നാണ് വിളിക്കുക അല്ലെ? വസ്തുവിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം. അപ്പൊ U is equal to മൈനസ് വേണം എടുക്കാൻ, -30 സെന്റിമീറ്റർ. Then a question എന്താ? Calculate how far the screen should be placed to get a clear image. വ്യക്തമായിട്ടുള്ള ഒരു പ്രതിബിംബം ലഭിക്കണമെങ്കിൽ സ്ക്രീൻ എത്ര മീറ്റർ അകലെ വെക്കണം? അപ്പൊ V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇമേജിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം V കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. V is equal to എന്താ? UF divided by U plus F. തൊട്ട് മുൻപ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? V is equal to UF by U plus F. ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസ് കൃത്യമായി സൈനോട് കൂടി എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇക്വേഷൻ എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതില് V is equal to നമുക്ക് U തന്നിട്ടുണ്ടല്ലേ, -30. എല്ലാം ബ്രാക്കറ്റിനകത്തിട്ട് വേണം ചെയ്യാൻ, അത് മറക്കരുത്. എന്താ? -30 ഇൻറ്റു F എത്രയാണ്? +20 ഡിവൈഡഡ് ബൈ
അപ്പൊ ന്യൂമറേറ്റർ കഴിഞ്ഞ് ഡിനോമിനേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ യു പ്ലസ് എഫ് അല്ലേ. അപ്പൊ യു എത്രയാണ്? -30. ഇവിടുത്തെ ഓപ്പറേഷൻ നമുക്കറിയാം പ്ലസ് ആണ്. പ്ലസ് വീണ്ടും എഫ് +20. ഇനി നിങ്ങൾ ഇതിലേക്ക് നോക്കുക. -30 ഇൻറ്റു +20 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി 30 ഇൻറ്റു 20 3 ഇൻറ്റു 2 എത്രയാണ്? 6. ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. അപ്പോ -600 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വാല്യൂ ആണ് കിടക്കുന്നത് നിങ്ങൾ അയാളെ നേരെ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. ഇവിടെ -30 എന്നാണ്. അപ്പൊ ആ -30 നേരെ അവിടേക്ക് എടുത്ത് എഴുതാം. ഇനി ഇവിടേക്ക് നോക്കുക. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്? പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ. അപ്പോ +20 that is equal to -600 ഡിവൈഡഡ് ബൈ -30 + 20 അപ്പൊ നെഗറ്റീവും പോസിറ്റീവും വന്നേക്കാണ്. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും വന്നാൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇവിടെ വലുത് ആരാണ്? 30 ആണ് അല്ലെ. 30 ന്ന് 20 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 10 ആണ് കിട്ടുക. വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ വരിക -10. അപ്പൊ നോക്കുക, മുകളിലും താഴെയും എന്ത് വന്നു? മൈനസ് വന്നു അല്ലെ. അപ്പൊ ആ മൈനസും ക്യാൻസൽ ആയി പോവും. ഇവിടെ മുകളിൽ ഒരു 0 ഉണ്ട്, താഴെ ഒരു 0 ഉണ്ട്. കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്രയാ വരിക? 60 ഡിവൈഡഡ് ബൈ 1. 60 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 60 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു +60 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് വി കിട്ടി. വി ഇസ് ഈക്വൽ ടു +60 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ എ ക്വസ്റ്റ്യൻ അതാണ്. എന്താ? പ്രതിബിംബത്തിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, ദ ഡിസ്റ്റൻസ് ഫ്രം ഇമേജ് ടു ലെൻസ്, അത് കിട്ടി. വി എത്ര കിട്ടി? 60 സെന്റിമീറ്റർ എന്ന് കിട്ടി. ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ. ഇവിടെ വസ്തുവിന്റെ ഉയരം 1.2 സെന്റിമീറ്റർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ഇമേജ് അപ്പിയറിംഗ് ഓൺ ദ സ്ക്രീൻ? അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? അപ്പൊ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ് HO തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എത്രയാ? അത് പോസിറ്റീവ് ആണ് എടുക്കാൻ. +1.2 സെന്റിമീറ്റർ അല്ലെ. കണ്ടുപിടിക്കേണ്ടത് HI ആണ്, ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോ ആദ്യം നമുക്ക് ഇവിടെ ചോദ്യത്തിൽ U തന്നിട്ടുണ്ട്. എത്രയാ? ഇവിടെ U നമുക്ക് തന്നിരിക്കുന്നത് -30, V നമ്മൾ +60 കിട്ടിയിട്ടുണ്ട്. അപ്പൊ U is equal to -30 സെന്റിമീറ്റർ, V is equal to +60 സെന്റിമീറ്റർ. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകണം? ആദ്യം മാഗ്നിഫിക്കേഷൻ കാണാം. M is equal to V/U. That is equal to V എത്രയാണ്? +60 ഡിവൈഡഡ് ബൈ U നമുക്ക് കിട്ടിയിട്ടുണ്ട് -30 അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും താഴെയുള്ള ഈ 2 സീറോസ് കട്ട് ചെയ്ത് കളയാം. ഇനി +6 ഡിവൈഡഡ് ബൈ -3. 6/3 എത്രയാ? 6/3 എന്ന് പറയുമ്പോൾ 2 ആണ്. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ആൻസർ വരിക -2. അപ്പൊ മാഗ്നിഫിക്കേഷൻ ആവർത്തനം കിട്ടി എത്രയാണ്? -2 എന്നാണ് കിട്ടിയത്. ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. M is equal to മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ശരിക്കുള്ള ഇക്വേഷൻ M is equal to HI/HO ആണ്. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? HI ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ HI-നെ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോ HI ഇവിടെ നിർത്തുമ്പോ ഈ HO ഡിവൈഡഡ് ബൈ HO ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് പോകും. ഇവിടെ ഡിവൈഡഡ് ബൈ HO ആണ്. ഇയാൾ ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും? ഇൻറ്റു ആവും. ഓക്കെ. സോ HI is equal to പുതിയൊരു ഇക്വേഷൻ കിട്ടി. HI is equal to M into HO. M into HO. ഇതാണ് പുതിയൊരു ഇക്വേഷൻ. നമ്മളിത് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതാണ് അല്ലെ. അപ്പൊ HI is equal to M into HO. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? HI തന്നെയാണ്. അപ്പൊ HI is equal to M ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. -2 ആണ് ഇൻറ്റു HO നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്
1.2 that is equal to 1.2 into 2 അല്ലെ. നമുക്ക് ഇതിപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡെസിമൽ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, 2 into 12 ചെയ്യുക. 2 into 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 24 എന്നാണ് അല്ലെ, അല്ലെങ്കിൽ -2 into 12 ചെയ്യുമ്പോൾ -24 എന്നാണ് കിട്ടുക. ഇവിടെ ചോദ്യത്തിനകത്ത് ഒരു ഡെസിമൽ അല്ലേ ഉള്ളത്, അപ്പൊ ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യുക, ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുക, നമ്മുടെ ആൻസർ കിട്ടും -2.4 സെന്റിമീറ്റർ, -2.4 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെ ഡെസിമൽ വരുന്ന സമയത്ത് ഡെസിമൽ ഇല്ലാതെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ചോദ്യത്തിനകത്ത് എത്ര ഡെസിമൽ ഉണ്ടോ അത്രയും ഡെസിമൽസ് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസറിലും കൊടുക്കുക. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടി -2.4 സെന്റിമീറ്റർ. അപ്പൊ എ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇപ്പൊ ബിയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, the focal length of a convex lens is 100 millimeter. സാധാരണ ഫോക്കൽ ലെങ്ത് തരിക സെന്റിമീറ്ററിലാണ്. ഇവിടെ ഫോക്കൽ ലെങ്ത്തും മറ്റു വാല്യൂസ് ഒക്കെ തന്നിരിക്കുന്നത് അതിനേക്കാൾ ചെറിയൊരു യൂണിറ്റിലാണ്, മില്ലിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എടുത്തെഴുതാം. അപ്പൊ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്, അവ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 100 millimeter ആണ്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, ഫോക്കൽ ലെങ്ത് നമുക്ക് എഴുതാം, കോൺവെക്സ് ആണല്ലോ, അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് +100 millimeter, അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഓക്കെ, ദെൻ an object of height 15 millimeter is located. ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 15 millimeter. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് HO, അത് നമുക്ക് എടുത്ത് എഴുതാം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO ആണ്, അത് +15 millimeter. ഓക്കെ, അതായത് വസ്തുവിന്റെ ഉയരം തന്നിട്ടുണ്ട് 15 millimeter ഉയരമുള്ള വസ്തുവാണ്. An object of height 15 millimeter is located 60 millimeter from the optic center of the optic axis. ഈ ഒപ്റ്റിക് ആക്സിസില് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 60 millimeter അകലെയാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, അതിനെ അതായത് വസ്തുവിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരത്തെ U എന്നാണ് വിളിക്കുക. ആ U എത്രയാണ്, മൈനസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. കാരണം നമുക്കറിയാം ഒബ്ജക്റ്റ് നമ്മൾ ഏത് സൈഡിലാണ് വയ്ക്കുക, ലെഫ്റ്റ് സൈഡിലല്ലേ. അപ്പൊ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം മൈനസ് ആയിട്ട് വേണം എടുക്കാൻ. അപ്പൊ U = കിട്ടി -60 millimeter. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്ന ചോദ്യത്തില്. ഇനി നമുക്ക് നോക്കാം, ഡ്രോ ഇറ്റ്സ് റേ ഡയഗ്രം ഓൺ എ ഗ്രാഫ് പേപ്പർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ആൻഡ് ഹൈറ്റ് ഓഫ് ഇമേജ്. അതായത് ഇവിടെ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് റേ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റേ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇമേജിന്റെ പൊസിഷൻ, അതായത് ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും ഹൈറ്റ് ഓഫ് ഇമേജും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് വരയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ V ആണ് കണ്ടുപിടിക്കേണ്ടത്. V കണ്ടുപിടിക്കണം. എങ്ങനെ V കണ്ടുപിടിക്കാം, നമുക്ക് ഇക്വേഷൻ ഉണ്ട്, V = നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. V = UF divided by U plus F. UF divided by U plus F. നമ്മൾ മൂന്നാമത്തെ ചോദ്യമാണ്, ഇത് സെയിം പാറ്റേണിൽ ചെയ്യുന്ന മൂന്നാമത്തെ ചോദ്യമാണ്. V = UF by U plus F. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ബ്രാക്കറ്റിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്. U = എത്രയാ, +100 U. നമുക്ക് U തന്നിരിക്കുന്നത് -60 ഇൻറ്റു ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് +100 തന്നിരിക്കുന്നത്, ഇൻറ്റു +100 ഡിവൈഡഡ് ബൈ താഴെ U plus F ആണല്ലേ. U എത്രയാണ് തന്നിരിക്കുന്നത്, -60 പ്ലസ് F വീണ്ടും 100 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്തായിരിക്കും വരിക, നെഗറ്റീവ് ആയിരിക്കും വരിക. ഇനി 60 ഇൻറ്റു 100, 60 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 6000 അല്ലെ. 60 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 6000, -6000
ഡിവൈഡഡ് ബൈ, ഇനി ന്യൂമറേറ്ററിലേക്ക് വരുമ്പോ ഇവിടെ കിടക്കുന്ന ആളെ നേരെ എടുത്ത് അങ്ങോട്ട് എഴുതാം അല്ലെ, -60. ഇവിടെ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്, പോസിറ്റീവ് തന്നെയാണ്. -60 പ്ലസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു -6000 6000 ഡിവൈഡഡ് ബൈ -60 പ്ലസ് 100. -60 പ്ലസ് 100 വരുമ്പോ എന്താ ചെയ്യാ, ഒരു മൈനസും ഒരു പ്ലസും വന്നല്ലേ, വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. അപ്പൊ 100ന്ന് 60 കുറയ്ക്കുമ്പോ നമുക്ക് കിട്ടുക 40 ആണ്. വലുത് ആരാണ് ഇവിടുത്തെ, 100 ആണ്. 100ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പൊ +40 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -6000 ഡിവൈഡഡ് ബൈ +40. ഇതില് ഈ സീറോ കട്ട് ചെയ്ത് കളയാം. 600/4 600 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 600 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോ നമുക്ക് 150 എന്നാണ് കിട്ടുക. 150. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ -150 സെന്റിമീറ്റർ. -150 സെന്റിമീറ്റർ. അപ്പോ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി, -150 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഫോക്കൽ ലെങ്തിനൊക്കെ കൂടുതലാണ്, -150 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ വി കിട്ടിയത് എന്താണ്, നമുക്കിപ്പോ കാൽക്കുലേറ്റ് ചെയ്തപ്പോ വി എത്ര കിട്ടിയത്, നെഗറ്റീവ് ആണ് കിട്ടിയത്. അപ്പൊ വി നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, കോൺവെക്സ് ലെൻസിൽ വി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഏത് സൈഡിൽ തന്നെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക, ഒബ്ജക്റ്റ് വെക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് ഇമേജും ഫോം ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ഇമേജിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം അത് നെഗറ്റീവ് ആണ്, വി നെഗറ്റീവ് ആണ് അല്ലെ. നമ്മൾ 6ാമത്തെ കേസ് നമ്മൾ വരച്ച് പഠിച്ചതുപോലെ ഇമേജ് ലെഫ്റ്റ് സൈഡിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വി കിട്ടി -150 സെന്റിമീറ്റർ. ഇനി നോക്കാം, ഇതില് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. രണ്ടാമത്തെ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ബാക്കിയുണ്ട്. എന്താ, ഇനി ഹൈറ്റ് ഓഫ് ഇമേജ് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നോക്കാം. നമ്മള് യു തന്നിരിക്കുന്നത് -60 സെന്റിമീറ്ററും വി നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്താണ്. വി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോ എത്ര കിട്ടി, വി കാൽക്കുലേറ്റ് ചെയ്തപ്പോ കിട്ടിയത് -150 ആണ്. അത് രണ്ടും വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ കാണാം. m is equal to എന്താ വരിക, m is equal to v/u. that is equal to -150 ഡിവൈഡഡ് ബൈ -60. -150 ഡിവൈഡഡ് ബൈ -60. ഈ മൈനസും മൈനസും വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി. 15 ഡിവൈഡഡ് ബൈ 6. 15 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോ ഇത്ര നമുക്ക് കിട്ടുക 2.5 എന്നാണ് കിട്ടുക. അപ്പൊ മാഗ്നിഫിക്കേഷൻ കിട്ടി നമുക്ക് 2.5 അല്ലെ, പോസിറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ ഇവിടെ പോസിറ്റീവ് ആണ്, 2.5 എന്നാണ് കിട്ടിയത്. 15 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ ആവർത്തനം കിട്ടി 2.5. ഇനി ഇവിടെ ഇമേജിന്റെ ഹൈറ്റ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, HO തന്നിട്ടുണ്ട്, +15 മില്ലിമീറ്റർ ആണ്. +15 മില്ലിമീറ്റർ ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് HI ആണ്. HI ഇപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. നമുക്കറിയാം m is equal to എന്താണ്, HI/HO ആണ്. ഇതിൽ നിന്ന് HI കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ നമ്മൾ എന്താ ഫോർമുലേറ്റ് ചെയ്യും അല്ലെ. HI അവിടെ കിടക്കുകയാണ്, അപ്പൊ ഈ HO ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും, ഇൻറ്റു ആവും അല്ലെ. അപ്പൊ then എന്താ, HI is equal to m into HO. HI is equal to m into HO. that is equal to HI m എത്രയാ, 2.5 ആണ്. 2.5 into HO നമുക്ക് കിട്ടിയിരിക്കുന്നത് 15. അപ്പൊ 2.5 into
50. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡെസിമൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 25 × 15 ചെയ്യുക. അപ്പൊ 25 × 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 375 എന്നാണ്. 375 എന്നാണ്. അതില് ചോദ്യത്തിനകത്ത് എത്ര ഡിജിറ്റ് കഴിഞ്ഞാൽ ഡെസിമൽ ചെയ്യുന്നത്? ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഇവിടെയും ഉത്തരത്തിനകത്ത് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് എന്താ ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പൊ 37.5 മില്ലിമീറ്റർ. നമ്മളെല്ലാം മില്ലിമീറ്ററിലാണ് എടുത്തത്. ഇതാണ് ഹൈറ്റ് ഓഫ് ഇമേജ്. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്, 37.5 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ എ ക്വസ്റ്റിന്റെ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലെ എ ക്വസ്റ്റില് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാ? -150 അല്ലെ? വി നമ്മൾ കണ്ടുപിടിച്ചു. -150 മില്ലിമീറ്റർ ആണ്. -150 മില്ലിമീറ്റർ. -150 മില്ലിമീറ്റർ വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ അതിനൊപ്പം തന്നെ ഹൈറ്റ് ഓഫ് ഇമേജ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് ഓഫ് ഇമേജ് എത്രയാണ്? 37.5 മില്ലിമീറ്റർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം, ഡ്രോ ഇറ്റ്സ് റേ ഡയഗ്രം ഓൺ എ ഗ്രാഫ് പേപ്പർ. ഇപ്പൊ ഇതിന്റെ റേ ഡയഗ്രം കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് വെച്ച് റേ ഡയഗ്രം സിമ്പിൾ ആയിട്ട് ഒരെണ്ണം ജസ്റ്റ് വെറുതെ ഒരെണ്ണം വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കോൺവെക്സ് ആണല്ലേ, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന്റെ സെന്ററിലൂടെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഒപ്റ്റിക് ആക്സിസ് എന്നാണ് വിളിക്കുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഒപ്റ്റിക് സെന്റർ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഫോക്കസ്, ഇവിടെ നമ്മളൊരു പോയിന്റ് വെക്കാറുണ്ട് ഫോക്കസ്, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാറുണ്ട് 2F. അപ്പൊ ഇങ്ങനൊരു കേസിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 100 മില്ലിമീറ്റർ എന്നാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ, ഈ ഡിസ്റ്റൻസ് ആണ്. F = +100 മില്ലിമീറ്റർ. അതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, an object of 15 millimeter height is located 60 millimeter away from the lens. അതായത് നമ്മുടെ ലെൻസിൽ നിന്ന് 60 മില്ലിമീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് വെച്ച ഡിസ്റ്റൻസ് ഞാൻ ഏകദേശം പറഞ്ഞുതരാം. ഏകദേശം ഇവിടെ ആയിരിക്കും എന്ത് വെച്ചിട്ടുണ്ടാവുക? ഒബ്ജക്റ്റ് OB. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് എഫിന്റെയും ഒയിന്റെയും ഇടയിലാണ്. അപ്പൊ ഇത് ഏത് കേസാണ്? ആറാമത്തെ കേസാണ്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന എഫിന്റെ ഒയിന്റെ ഇടയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇൻസിഡന്റ് എങ്ങനെയാ വരയ്ക്കുക? ആദ്യത്തെ ഇൻസിഡന്റ് ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിട്ടായിരിക്കും. അപ്പൊ അയാള് ഇതേപോലെ ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിട്ടൊരു ഇൻസിഡന്റ് വരയ്ക്കുകയും അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. രണ്ടാമത്തെ ഇൻസിഡന്റ് നേരെ ഒപ്റ്റിക് സെന്ററിലേക്കാണ് വരയ്ക്കുക. ഇയാൾക്ക് ഡീവിയേഷൻ ഒന്നും സംഭവിക്കില്ല, നേരെ താഴേക്ക് പോവാണ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് ഇൻസിഡന്റ് റേസ് ഒരിക്കലും എവിടെ കൂട്ടിമുട്ടില്ല? നമ്മുടെ ലെൻസിന്റെ റൈറ്റ് സൈഡിൽ കൂട്ടിമുട്ടില്ല. അപ്പൊ നമ്മൾ പുറകിലേക്ക് ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കും. ഏകദേശം ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. ഇമേജ് ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഉണ്ടാവുക. അപ്പൊ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 100 വി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? -150 മില്ലിമീറ്റർ. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് ഇവിടെ ഒരു ഇമേജ് വരിക. ഞാൻ കറക്റ്റ് വാല്യൂസ് ഒന്നും എടുത്തല്ല വരച്ചത്. അപ്പൊ ഈ ഒരു കേസിൽ ഇമേജ് കിട്ടുന്നത് ഈ സൈഡിലാണ്. അപ്പൊ നോക്കിയോ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഇമേജിന്റെ ഹൈറ്റും നിങ്ങൾ നോക്കുക. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 15 mm ആണ്. ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടിയത് 37.5 mm ആണ്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇമേജിനേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ ഇമേജ് വലിയ ഇമേജ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ റേ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി, ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ഈസ് 20 മില്ലിമീറ്റർ. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 20 മില്ലിമീറ്റർ ആണെങ്കിൽ, അതായത് U 20 മില്ലിമീറ്റർ ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? മാഗ്നിഫിക്കേഷൻ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇപ്പൊ ഇവിടെ എഫ് മാറ്റമൊന്നുമില്ല. F = +100 മില്ലിമീറ്റർ. U ഇവിടെ തന്നിരിക്കുന്നത് -20 ആണെങ്കിൽ, -20 മില്ലിമീറ്റർ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ. അപ്പൊ മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വേണം? V കൂടി വേണം. അപ്പൊ V = ആദ്യം കണ്ടുപിടിക്കുക. V = UF / U + F എന്നാണ്.
അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പ് തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കാം. നമ്മളിപ്പോ 4ാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്യാൻ പോണേ. u is equal to -20 into f is equal to plus 100 divided by, വീണ്ടും താഴെ u is equal to -20. ഇവിടുത്തെ ഓപ്പറേഷൻ നമുക്കറിയാം പ്ലസ് ആണ്, പ്ലസ് 100. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. നമുക്കറിയാം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുമ്പോൾ എന്താ വരിക? നെഗറ്റീവ് ആണ്. നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ മൈനസ് ആണ്. 20 × 100, 20 × 100 2000. അപ്പൊ -2000 ഡിവൈഡഡ് ബൈ, താഴെ ഇവിടെ കിടക്കുന്ന വാല്യൂ നേരെ അവിടേക്ക് എടുത്ത് എഴുതാം. -20, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്? പ്ലസ് തന്നെയാണ്, പ്ലസ് 100. ദാറ്റ് ഈസ് ഈക്വൽ ടു -2000 ഡിവൈഡഡ് ബൈ, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. 100 ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 80 ആണ്. ചിഹ്നം എന്താ? മൈനസ്. -80, മൈനസ് അല്ല സോറി, +80. പ്ലസ്, കാരണം എന്താ? വലുത് ആരാണ് ഇവിടെ? 100 ആണ്. 100ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 0 കട്ട് ചെയ്ത് കളയാം. 200/8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 25 എന്നാണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ആൻസർ വരിക -25 സെന്റിമീറ്റർ. അപ്പൊ വി കിട്ടിയിരിക്കുന്നത് -25 സെന്റിമീറ്റർ എന്നാണ്. വി -25 സെന്റിമീറ്റർ കിട്ടി. പിന്നെ മാഗ്നിഫിക്കേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. m = v/u ആണ്. വി ഓൾറെഡി നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. -25 ഡിവൈഡ് ബൈ, -25 ഡിവൈഡഡ് ബൈ u നമുക്ക് തന്നിട്ടുണ്ട്. u -20 ആണ്. -25 ഡിവൈഡഡ് ബൈ 20, -25 ഡിവൈഡഡ് ബൈ 20. അപ്പോ മൈനസും മൈനസും വെട്ടിപ്പോയി. 25/20, 25/20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1.25 എന്നാണ് ആൻസർ കിട്ടുക. 1.25 മാഗ്നിഫിക്കേഷൻ കിട്ടുക 1.25. 25ന്റെ പകുതി, 25ന്റെ പകുതി എന്താ? 12.5 അല്ലെ. അപ്പോൾ ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ 1.25 എന്നാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമ്മള് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഞാൻ ഈ ചാപ്റ്ററിന്റെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നതിന് തുടക്കത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതുക. അതാണ് ഓക്കെ. 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ റിഗാർഡിംഗ് ടു ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ്. അതായത് ഒരു കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പൊ നമുക്കറിയാം കോൺകേവ് ആണെന്ന് ആലോചിക്കാം. ഓക്കെ, കോൺകേവ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. അതായത് ചെറുതും തലകീഴായതുമായിരിക്കും. ചെറുതുമാണ്, തലകീഴായതുമാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ചെറുതും തലകീഴായതും എന്നാണ്. നോക്കാം നമുക്ക്. നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. ചെറുതുമാണ്, എന്താ? തലകീഴായതെന്നുമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡിമിനിഷ്ഡ് ആണെന്ന് അറിയാം, പക്ഷെ എന്തല്ല? തലകീഴായതല്ല അല്ലെ, ഇൻവേർട്ടഡ് അല്ല. കോൺകേവ് ലെൻസിൽ ഉണ്ടാവുന്ന ഇമേജ് ഇറക്റ്റ് ആണ്. ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് ആണ്, പക്ഷെ ഇറക്റ്റ് അല്ല. ഇറക്റ്റ് ആണ്, ഇൻവേർട്ടഡ് അല്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ. ഡിമിനിഷ്ഡ് ആണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ എന്താണ്? വെർച്വൽ ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ചെറുതും മിഥ്യയുമായിരിക്കും. രണ്ടാമത്തെ ശരിയാണ്. നോക്കാം, മൂന്നാമത്തെ നോക്കുക. ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ. മാഗ്നിഫൈഡും ആണ്, വെർച്വൽ ആണ്. അപ്പോൾ മാഗ്നിഫൈഡ് അല്ല, ഇത് വെർച്വൽ ആണ്. അപ്പൊ അത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്. ഡിമിനിഷ്ഡ് ആണ്, അതേപോലെ തന്നെ ഇറക്റ്റും ആണ്. അപ്പോ എന്താ?
രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ചെറുതും നിവർന്നതുമാണ്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഇതില് ഓൺലി ഇനി ഈ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് അടുത്ത ഇതില് കറക്റ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി ഉണ്ട്. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. രണ്ടാമത്തെ മാത്രമാണ് ശരി. രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ല, 2ഉം 4ഉം ശരിയാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഒന്നാമത്തെ മാത്രമാണ് ശരിയെന്ന്. ഒന്നാമത്തെ മാത്രമല്ല ശരി, അപ്പോൾ അത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. 2ഉം 4ഉം ശരിയാണ് അല്ലെ. 2ഉം 4ഉം ശരിയാണ്. നമ്മൾ 2ഉം ടിക്കിട്ടുണ്ടായിരുന്നു, 4ഉം ടിക്കിട്ടുണ്ടായിരുന്നു. അപ്പൊ 2ഉം 4ഉം ശരിയാണ്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ഇനി ഓൺലി തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അതും തെറ്റാണ്. എന്താ, മൂന്നാമത്തെ മാത്രമാണ് ശരി എന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമേജിനെ കുറിച്ചുള്ള എല്ലാ ക്യാരക്ടേഴ്സും കറക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ 3ഉം 4, നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് 2ഉം 4 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഒരു കോൺകേവ് ലെൻസിൽ ഉണ്ടാവുന്ന ഇമേജ് നമുക്കറിയാം വെർച്വൽ ആണ്, അതേപോലെ തന്നെ ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. അപ്പൊ ആ 4 പോയിന്റുകൾ ഉണ്ട്: വെർച്വൽ, ഡിമിനിഷ്ഡ്, ഇറക്റ്റ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ദെൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പവർ ഓഫ് ലെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. A concave lens has a focal length of 50 centimeter. What will be its power? അതായത് ഒരു കോൺകേവ് ലെൻസ് ആണ് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കോൺകേവ് ലെൻസ് ആണ്, അതിന്റെ ഫോക്കസ് ദൂരം 50 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോക്കസ് ഏത് സൈഡിലാണ് വരിക? ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കസ് വരിക. അപ്പൊ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെൻസിലേക്കുള്ള ദൂരം, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ F = -50 എന്ന് വേണം എടുക്കാൻ. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ അത് തന്നിട്ടില്ല, പക്ഷെ കോൺകേവ് ലെൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് എടുക്കുക. ഇനി പവർ കണ്ടുപിടിക്കാൻ നമ്മൾ ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ. പവർ P = 1/f മീറ്റർ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഫോക്കൽ ലെങ്ത് എന്തിലെടുക്കണം? മീറ്ററിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം. അപ്പൊ 50 സെന്റിമീറ്ററിനെ എങ്ങനെയാണ് മീറ്റർ ആക്കുക? നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ -50 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് നീക്കിയിട്ട് ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കാന്നാണ്. ഓക്കെ, അപ്പൊ -0.50 മീറ്റർ. ഓക്കെ, 0.50 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മുടെ പവർ എന്തിലായി? ഫോക്കൽ ലെങ്ത് എന്തിലായിട്ട് മാറിയിട്ടുണ്ട്? മീറ്ററിലായിട്ട് മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ P = 1 ഡിവൈഡഡ് ബൈ മീറ്ററിലുള്ള ഫോക്കൽ ലെങ്ത് -0.50. ഓക്കെ, ഇപ്പൊ താഴെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ വന്നിട്ടുള്ളത്. അപ്പൊ 2 പോയിന്റ് ഉണ്ട്. അപ്പൊ 2 പോയിന്റുകളെ നമ്മൾ എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം? 100 കൊണ്ട്. അപ്പൊ ന്യൂമറേറ്ററിലും എന്ത് ചെയ്യേണ്ടി വരും? 100 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. ഡിനോമിനേറ്റർ മാത്രമല്ല, രണ്ടോടത്തും 100 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 1 × 100 എത്രയാണ്? 1 × 100 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ഡെസിമല് എന്താ 100 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ 2 ഡെസിമല് പോവും. അപ്പൊ ഇതെന്തായിട്ട് മാറും? 50 ആവും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -50. അപ്പൊ 100/50, ഈ 0 നമുക്ക് കട്ട് കളയാം. 10/5, 10/5 2ആണ്. പിന്നെ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ ആൻസർ -2D. എന്താ -2D എന്ന് പറയാൻ കാരണം എന്താ? നമുക്കറിയാം പവർ ഓഫ് ലെൻസിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ എന്നാണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പവർ ഓഫ് ലെൻസിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ, ക്യാപിറ്റൽ ലെറ്റർ D എന്നാണ് പറയുക. അപ്പൊ ഇവിടുത്തെ പവർ നമുക്ക് എന്താ കിട്ടിയ? നെഗറ്റീവ് ആണ്. പവർ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം അത് കോൺകേവ് ലെൻസ് എന്നാണ്. അപ്പൊ കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. പവർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ദെൻ അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്.
അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളാണ്. ഒന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും രണ്ടാമത്തത് ടെലസ്കോപ്പും. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് തന്നെയാണ് രണ്ടിലും. ഇപ്പോ ഒബ്ജക്റ്റീവ് ആയിട്ടും ഐ പീസ് ആയിട്ടും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന്റെ ഒരെണ്ണത്തിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണം, രണ്ടാമത്തെ ഫോക്കൽ ലെങ്ത് വ്യത്യസ്തമായിരിക്കും. രണ്ടിന്റെ ഫോക്കൽ ലെങ്ത് ഒരേപോലെ ആയിരിക്കില്ല. രണ്ടും ഉപയോഗിക്കുന്ന ലെൻസ് ഒന്ന് തന്നെയാണ്, കോൺവെക്സ് ആണ്, പക്ഷെ രണ്ടിന്റെയും ഫോക്കൽ ലെങ്ത് ഒരേപോലെ ആവണമെന്നില്ല. അപ്പൊ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നോക്കണ്ടേ. നോക്കാം, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The objective lens has a shorter focal length and the eyepiece lens has a longer focal length. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവും രണ്ടാമത്തത് ഐ പീസും. എടാ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് അടുത്തിരിക്കുന്ന ലെൻസിനെയാണ് നമ്മൾ എന്താ പറയുക? ഒബ്ജക്റ്റിനോട് ചേർന്നിരിക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐ പീസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനോട് ചേർന്നിരിക്കുന്ന ലെൻസിനെയാണ് നമ്മൾ എന്താ പറയുക? ഐ പീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതാണ്, ഒരു ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് കുറവും ഐ പീസിന് ഫോക്കൽ ലെങ്ത് കൂടുതലുമായിരിക്കണം എന്നാണ് പറയുന്നത്. അതങ്ങനെയാണോ? അല്ല. അപ്പൊ ഒരു ടെലസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരം കുറവായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത്. അല്ലെ? അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് ഒരു ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണം. അപ്പോ ഫോക്കസ് ദൂരം, ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരം കൂടുതലും ഐ പീസ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവുമാണ്. The focal length of eyepiece is shorter focal length. അതായത് ഫോക്കൽ ലെങ്ത് എന്താണ്? കുറവാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ലെൻസിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കുക. ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് ആർ കോൺകേവ് ലെൻസസ്. ഇവിടെ പറയാണ് ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും എന്താണ്? കോൺകേവ് ലെൻസ് ആണെന്നാണ്. തെറ്റാണ്. കാരണം ഇത് രണ്ടും എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. നോക്കുക, ഇതെന്താ? അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ ബി കോൺകേവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് വിൽ ബി കോൺവെക്സ് ലെൻസ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് കോൺകേവും ഐ പീസ് കോൺവെക്സും ആണെന്നാണ് പറഞ്ഞത്. അല്ല, രണ്ടും എന്താണ്? കോൺവെക്സ് തന്നെയാണ്. ഐ പീസ് ആയിട്ടും കോൺവെക്സ് തന്നെയാണ് ഉപയോഗിക്കുക, ഒബ്ജക്റ്റീവ് ആയിട്ടും കോൺവെക്സ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണേ ഉള്ളൂ. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് വെക്കുന്ന ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണം, അതേപോലെ തന്നെ ഐ പീസ് ആയിട്ട് വെക്കുന്ന ലെൻസിന് ഫോക്കൽ ലെങ്ത് കുറവുമായിരിക്കണം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നോക്കുക, വീണ്ടും അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നേക്കാണ്. When an object is placed in front of a lens, ഒരു ഒബ്ജക്റ്റ് ഒരു ലെൻസിന്റെ മുമ്പിൽ വെക്കുകയാണ്. The image formed is inverted. അതായത് ഒരു ലെൻസിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോ ആ കിട്ടിയ ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നാണ് പറയുന്നത്. ഇൻവേർട്ടഡ് ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇറ്റ് ഈസ് റിയൽ ഓർ വെർച്വൽ? ഈ ഇമേജ് റിയൽ ആയിരിക്കും വെർച്വൽ ആയിരിക്കും? നമുക്കറിയാം ഇൻവേർട്ടഡ് ആയിട്ടുള്ള എല്ലാ ഇമേജസ് എന്താണ്? റിയൽ ആണ്, അല്ലെ? റിയൽ ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? റിയൽ. നമ്മൾ പഠിച്ചിട്ടുള്ളത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാണ്. യഥാർത്ഥമായിരിക്കും. അതായത് യഥാർത്ഥമാണോ മിഥ്യയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തല കീഴായിട്ടുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ പ്രതിബിംബങ്ങളും എന്തായിരിക്കും? നമ്മുടെ ഇൻവേർട്ടഡും ആയിരിക്കും, അല്ലെ? തല കീഴായിട്ടുള്ളതെല്ലാം റിയൽ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റിയൽ ആയിട്ടുള്ള എല്ലാം ഇൻവേർട്ടഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള എല്ലാം റിയലും ആണ്. ഓക്കെ. ഇനി രണ്ടാമത് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് ടു അനദർ ഇമേജ് is obtained on the image, another image obtained to image to be real, erect and same size. അതായത് നിങ്ങൾക്ക് ഇതേ ലെൻസിൽ നിന്ന് ഒരു ഇമേജ് കിട്ടണം. ആ ഇമേജ് എങ്ങനെയായിരിക്കണം? റിയലും ഇറക്റ്റും സെയിം സൈസും ആയിരിക്കണം. റിയലും ഇറക്റ്റും സെയിം സൈസും ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടിയ ഇമേജിന്റെ മുൻപിൽ നമ്മളൊരു പ്ലെയിൻ മിറർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെ? യൂസ് എ പ്ലെയിൻ മിറർ. നമ്മളൊരു സാധാരണ ഒരു സമതല ദർപ്പണം, ഒരു കണ്ണാടി അതിന്റെ മുൻപിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ? സെയിം സൈസിലുള്ള ഇമേജ് കിട്ടും.
അതേപോലെ തന്നെ എന്ത് കിട്ടും? ആ ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റും ആയിരിക്കും. ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, റിയൽ ആയിരിക്കും. അപ്പൊ റിയലും ഇറക്റ്റും സെയിം സൈസിലുള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിന്റെ മുൻപിൽ ഒരു പ്ലെയിൻ മിറർ വെച്ച് കൊടുത്താൽ മതി. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ യൂസ് എ പ്ലെയിൻ മിറർ, അതായത് ഒരു സമതല ദർപ്പണം ഉപയോഗിക്കുക. മലയാളത്തില് സമതല ദർപ്പണം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം നോക്കുക, ഫസ്റ്റത്തെ മാത്രമേ പ്രോബ്ലംസ് ഉണ്ടായുള്ളൂ. ഇനി പിന്നെ അങ്ങോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. അവസാനത്തെ ചോദ്യം നോക്കുക. When an object is placed at the principal focus of a lens, the image that is erect, diminished and diminished is obtained. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു ലെൻസിന്റെ മുമ്പിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ വെച്ചപ്പോ കിട്ടിയ ഇമേജ് ഇറക്റ്റും ആണ്, ഡിമിനിഷ്ഡും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഇമേജ്? നമുക്കറിയാം, ഇറക്റ്റ്, വെർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഏത് ലെൻസ് ആയിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പൊ ചോദ്യത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എഴുതാം, ഇറ്റ് വിൽ ബി എ കോൺകേവ് ലെൻസ്. അതൊരു കോൺകേവ് ലെൻസ് ആയിരിക്കും. ഡ്രോ ദ റേ ഡയഗ്രാം. ഇതിന്റെ റേ ഡയഗ്രാം വരയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു കോൺകേവ് ലെൻസിൽ എപ്പോഴും ഇമേജ് ഉണ്ടാവുക എവിടെയായിരിക്കും? ഒപ്റ്റിക് സെന്ററിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഇടയിലാണ്. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഒരു കോൺകേവ് ലെൻസ്. ഓക്കെ, അപ്പൊ ഒരു കോൺകേവ് ലെൻസിന്റെ സെന്ററിലൂടെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ എന്താ വിളിക്കുക? ഒപ്റ്റിക് ആക്സിസ് എന്നാണ് വിളിക്കുക. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒപ്റ്റിക് സെന്റർ എന്നാണ് ആ പോയിന്റിന്റെ പേര്. ഇതിന്റെ ഫോക്കസ്, അതായത് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് നമുക്കറിയാം, അത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്യാണ്. ദെൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം 2F, ഇവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം F, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം 2F. അപ്പൊ ഒരു കോൺകേവ് ലെൻസിൽ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഇമേജ് എഫിന്റെയും ഓയിന്റെയും ഇടയിലാണ് കിട്ടുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ്. കറക്റ്റ് ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്ന എവിടെയാണ്? പ്രിൻസിപ്പൽ ഫോക്കസിൽ തന്നെയാണ്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുകയാണ്. ഒബ്ജക്റ്റിനെ OB എന്നാണ് നമ്മൾ വിളിക്കുക. ഒബ്ജക്റ്റ് ഇവിടെ വെക്കുമ്പോൾ എവിടെയാണ് ഇമേജ് കിട്ടാൻ നോക്കുക. ഒബ്ജക്റ്റ് എന്നുള്ള ആദ്യത്തെ ഇൻസിഡന്റ് ഒപ്റ്റിക് ആക്സിന് പാരലായിട്ട് വരച്ചു. ഇയാൾ ഇതേപോലെ ഡൈവേർജ് ചെയ്ത് പോകും. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഡൈവേർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറകിലേക്ക് ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുക. ഇതേപോലെ പുറകിലേക്ക് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കും. ഓക്കെ, ദെൻ അടുത്തൊരു ഇൻസിഡന്റ് നമ്മൾ വരയ്ക്കുക. ഒബ്ജക്റ്റിൽ നിന്ന് നേരെ ഒപ്റ്റിക് സെന്ററിലേക്കാണ്. അപ്പൊ ഒപ്റ്റിക് സെന്ററിലേക്കാണ് ഒരു ഇൻസിഡന്റ് വരയ്ക്കുന്നതെങ്കിൽ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കില്ല, നേരെ താഴേക്ക് പോകും. അപ്പൊ ഈ രണ്ട് രേഖകൾ തമ്മിൽ നമുക്ക് മനസ്സിലായി എവിടെയാണ് കൂട്ടിമുട്ടിയത്? ഈ രണ്ട് രേഖകൾ തമ്മിൽ ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. അപ്പൊ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. അപ്പോ ഈ ഇമേജിന്റെ പ്രോപ്പർട്ടീസും വേണമെങ്കിൽ നമുക്ക് പറയാം. ലെഫ്റ്റ് സൈഡിലല്ലേ ഇമേജ് ഉണ്ടായത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? വെർച്വൽ ആണ്, മിഥ്യയാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് ഡിമിനിഷ്ഡ് ആണ്. ഒബ്ജക്റ്റിനേക്കാൾ ചെറുതല്ലേ ഇമേജ്? വെർച്വല് ഡിമിനിഷ്ഡ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇമേജ് നിവർന്നതല്ലേ, തലകീഴായതാണോ? അല്ല, ഇറക്റ്റ് ആണ്. വെർച്വല് ഇറക്റ്റ് ഡിമിനിഷ്ഡ്. വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. പിന്നെ ഒരു പോയിന്റ് പ്രത്യേകം പറയാനുള്ളത്, ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. ഇമേജ് എപ്പോഴും ഉണ്ടാവുക എഫിന്റെയും ഒയുടെയും ഇടയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക, ഒരുപാട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ച് ചിന്തിച്ചാൽ മാത്രം മതി. കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക, ചെറിയ ലോജിക്ക് ഉണ്ടെങ്കിൽ ഇത് എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ നമ്മുടെ എക്സാം എഴുതാം.